ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ പോലും അറിയാത്ത എൻ്റെ കഥകളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. കൈയടിച്ചല്ലാരും എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് ഒരു ന്യൂസ് വരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി അടിച്ച് പോവേ പോലോ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ സംഭവം, ഇതിൻ്റെ സത്യാവസ്ഥ ഇതൊന്നും അല്ല. റെഡി ഗായ്സ്? ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി തുടങ്ങുന്ന ടൈമിലാണ് എൻ്റെ ആദ്യത്തെ ഗ്രേ ഹെയർ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എൻ്റെ സകല കോൺഫിഡൻസും പോയി. അതുകൊണ്ട് ഹെയർ കളർ ചെയ്തിട്ടേ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ ഹെയർ കളർ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ദേ, ഗാർണിയറിൻ്റെ ബ്ലാക്ക് നാച്ചുറൽസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിൽ കളർ എൻജിൻ ഡെവലപ്പറും കൂടെ ഒരു നോൺ മെറ്റലിക് ബൗളിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഹെയറിലേക്ക്, ഡ്രൈ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 15 മിനിറ്റ്സ് ലീവ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഹെയർ കളർ പിടിച്ചിട്ടുണ്ടാവും. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് 2.0 ഒറിജിനൽ ബ്ലാക്ക് ആണ്. T4 Trust in Garnier. No more time outs needed. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഒരു കണ്ടന്റ് എന്തായിരിക്കും എന്ന് ഏകദേശം നിങ്ങൾക്ക് ആ ഒരു തംബ്നെയിൽ കണ്ടപ്പോൾ പിടികിട്ടി കാണുമല്ലോ, ആ ഒരു ക്യാപ്ഷനും എഴുതിയേക്കുന്ന കാര്യങ്ങളും വെച്ച്. അപ്പോൾ എന്നെപ്പറ്റി ഞാൻ പോലും അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അധികം വർത്താനം പറഞ്ഞ് സമയം കളയണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു സാധനത്തിലേക്ക് പോവാം. ഞാൻ കണ്ട് ഞെട്ടുകയും കുറേ ചിരിക്കുകയും ചെയ്തൊരു സംഭവമാണിത്. അപ്പോൾ ആ സാധനം ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് തുടക്കം മുതൽ കേൾക്കാട്ടോ. മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ആലീസ് ക്രിസ്റ്റി. ബാലതാരമായിട്ടാണ് ആലീസ് ക്രിസ്റ്റി സീരിയൽ രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് നായികയായും സഹനടിയായും വില്ലത്തിയായും എല്ലാം കയ്യടി നേടാൻ സാധിച്ചു. ഇതുവരെ വളരെ ശരിയാണ്. ബാക്കി പറയട്ടെ. കഴിഞ്ഞ 3 വർഷത്തിനിടെ യൂട്യൂബർ എന്ന നിലയിലും ആലീസ് ക്രിസ്റ്റി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ആലീസും ആലീസിന്റെ ചാനലിലൂടെ ഭർത്താവ് സജിനും ഇന്ന് പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. ആലീസിന്റെയും സജിന്റെയും വീട്ടിലെ ഓരോ അംഗങ്ങളും സോഷ്യൽ മീഡിയയ്ക്ക് അടുത്തറിയാവുന്നവരാണ്. ഇപ്പോഴിതാ ആലീസ് പങ്കുവച്ച ഒരു ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പ്രേക്ഷകർക്കെല്ലാം ഇതൊരു ദുഃഖവാർത്തയാണെന്നാണ് ആലീസിന്റെ ആരാധകർ പറഞ്ഞത്. നായ്ക്കളെ വളരെയധികം ഇഷ്ടമാണ് ആലീസിന്. എന്നാൽ ഇപ്പോൾ സ്വന്തം വീട്ടിലെത്തിയിട്ട് സ്വന്തം നായയെ പോലും പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നായെ തൊടാനല്ലോ കേട്ടോ, പിടിക്കാൻ. ഞാനെന്തോ നായെ ഉപദ്രവിക്കാൻ ചെല്ലുന്നതിന്റെ കൂട്ടാണ് പറയുന്നത്. നായെ പിടിക്കാൻ പോലും കഴിയാത്ത ദുരവസ്ഥയിലാണ് എൻ്റെ ജീവിതം എന്ന്. എന്നാൽ ആദ്യമായാണ് ഇത്തരമൊരു സങ്കടം തനിക്ക് വരുന്നതെന്നും താരം പറഞ്ഞു. ഈ വീട്ടിലെത്തിയിട്ട് അവനെ കളിപ്പിക്കാത്ത ഒരു ദിവസം ഉണ്ടാകില്ല. ചില ദിവസങ്ങളിൽ അവനെ കളിപ്പിക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ വരാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് സാധിക്കുന്നില്ല. എനിക്കൊരു ചെറിയ അലർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ നായ്ക്കളുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. അപൂർവമായി മാത്രം വരുന്ന ഒരു അലർജിയാണിത്. നായ്ക്കൾ ചെറുതിലെ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള അസുഖം വരില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ആ അസുഖം വന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല. ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ ഇത് എന്താണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ബാക്കി കേട്ട് വെക്കുക കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. എനിക്ക് വയ്യെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവർ എന്റെ അടുത്തേക്ക് വരുമ്പോഴും എനിക്കൊന്നും തൊടാൻ പോലും സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടം. ഈ സങ്കടം പറഞ്ഞുകൊണ്ടാണ് താരം തന്റെ വീഡിയോ ആരംഭിക്കുന്നത്. വീഡിയോ ആരംഭിക്കുന്നവരെ നിങ്ങൾ കേട്ടല്ലോ. ആദ്യം ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ഒന്ന് റിവൈൻഡ് അടിച്ചൊന്ന് ബാക്കിലേക്ക് പോയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോൾ ഒരു ഏകദേശം മാക്സിമം ഒരു 1 മന്ത് ആയി കാണും കേട്ടോ ഈ സംഭവം. ഞാൻ 1 മാസത്തിന് മുന്നേ ഞാനൊരു റീൽ ഇട്ടിരുന്നു. അതായത് രമണ, ഞാനിവിടെ അടൂർ വന്ന സമയത്ത് എനിക്ക് പണ്ട് മുതലേ കുറച്ച് ഡസ്റ്റിൻ്റെ അലർജിയുടെ പ്രശ്നമുണ്ട്. എനിക്ക് പൊടി അടിച്ചാലൊക്കെ തുമ്മലും എന്താ പറയുക, ഈ തുമ്മൽ കൂടി കഴിയുമ്പോൾ നമുക്ക് ഈ തൊണ്ടയൊക്കെ ചൊറിയാന്ന് പറയില്ല, തൊണ്ട ചൊറിയും ചെവി ചൊറിയും അങ്ങനത്തെ ഒരു ഇതില്ലേ, ഒരു തുമ്മലിന് എല്ലാവർക്കും ഉള്ളൊരു ഡസ്റ്റ് അലർജി എനിക്കുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സേറയുടെ അടുത്ത് കളിക്കുമ്പോൾ എനിക്കത് കുറച്ചുകൂടി കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു റീൽ ഇങ്ങനെ ഇട്ടിരുന്നു. ആ റീൽ ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ നിങ്ങളെ കാണിച്ചു തരാം. അത് നിങ്ങൾ കണ്ടിട്ട് വേണം ഇതിൻ്റെ ബാക്കി കാണാനായിട്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് സേറക്കുട്ടീനെ കളിപ്പിക്കാതെ പോകുന്നല്ലേ. കഴിഞ്ഞ 1 വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്നേഹം വളരെയധികം പിടിച്ചു പറ്റിയ ഒരാളാണ് എൻ്റെ സേറക്കുട്ടി. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സേറയുടെ വിശേഷങ്ങളൊക്കെ.
ഇത് ഈ ഒരു വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ പോയിട്ട് സാറമോനെ കളിപ്പിക്കാതെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാതെയും തിരിച്ച് ഞാൻ എറണാകുളത്തേക്ക് പോകുന്നത്. അതിനൊരു റീസണും ഉണ്ട് കേട്ടോ. എനിക്ക് ചെറിയൊരു അലർജിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത്തവണ വന്നപ്പോൾ സാരക്കുട്ടിൻ്റെ അടുത്ത് പോയതേ ഇല്ല, ഞാൻ ചേട്ടനെ കളിപ്പിച്ചതേ ഇല്ല. ഭയങ്കര സങ്കടമാണ്. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ആ കിടക്കുന്ന കിടപ്പ് കണ്ടോ, എന്നോടും ഈശാനോടും പിണങ്ങി കിടക്കുകയാണ്. ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്, ഇത്തവണ മൈൻഡ് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഞങ്ങളെ നോക്കിയുള്ള ഇരിപ്പാണ്. സാധാരണ ഒരു 2-3 തവണ വിളിച്ചു കഴിയുമ്പോൾ ആൾ ഓടി കാറിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. പക്ഷെ ഇത്തവണ ആൾ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. മനുഷ്യന്മാർ പിണക്കം കാണിക്കില്ലേ, അതേ കൂട്ട് പിണക്കം കാണിച്ചിരിക്കുവാണ് കേട്ടോ. പക്ഷെ അവസാനം എൻ്റെ സാരക്കുട്ടിയുടെ മനസ്സൊന്ന് ഇളകി കേട്ടോ. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ മതിയാം രാഗമില്ല, മരത്തിൽ വളരും കുഞ്ഞുമൊട്ടേ. ഈ വീഡിയോ ഇപ്പൊ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരുന്നു. ഞാൻ ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്ക് ചെറിയൊരു അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തവണ സാരക്കുട്ടിയുടെ അടുത്ത് എനിക്ക് സാരക്കുട്ടിനെ കളിപ്പിക്കാനോ കൊഞ്ചിക്കാനോ ഒന്നും പറ്റിയില്ല. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വലിയൊരു സ്നേഹം പിടിച്ചു പറ്റിയ ആൾ തന്നെയാണ് സേറ, അതിനൊരു സംശയമില്ല. എനിക്ക് ജീവിതത്തിൽ പട്ടി എന്ന് പറഞ്ഞാൽ പട്ടിയുടെ പാ കേട്ടാൽ ഓടും. എനിക്ക് പട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പേടിയായിരുന്നു. അത്രയും പേടിയുള്ള എൻ്റെ ആ ഒരു പേടി എനിക്ക് മാറ്റിയത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സോണിമോനാണ്. നമ്മുടെ സാരയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ പെറ്റായിരുന്നു സോണിമോൻ. സോണിമോൻ വയ്യായിക കാരണം മരിച്ചു എന്നല്ല, ഓക്കെ എന്താ പറയുക, ശരിക്കും ആനിമൽസ് മരിച്ചു എന്നല്ല, ചത്തു എന്ന് പറയും. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലൊരാളായതുകൊണ്ട് ചത്തു എന്ന് പറയാൻ തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അതാരും കമൻറ്റ് ചെയ്യേണ്ട, മരിച്ചു അല്ല മൃഗങ്ങളെ ചത്തു എന്നേ പറയുള്ളൂ എന്ന്. നമുക്ക് ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ മരിച്ചു എന്നേ പറയുള്ളൂ. അപ്പോൾ സോണിമോൻ മരിച്ചു കഴിഞ്ഞപ്പം അതിന് പകരം വന്ന ആളാണ് സാരക്കുട്ടി. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കല്യാണത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാനും ഇഷാനുമായിട്ട് പലതവണ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ തർക്കം വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പട്ടി വീടിനുള്ളിൽ പറ്റില്ല, എനിക്ക് പേടിയാണ്, എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, എടി അങ്ങനെയൊന്നുമില്ല, നീ വന്ന് നോക്ക്, ഭയങ്കര സ്നേഹമാണ് അവർ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ സ്നേഹത്തിൽ നമ്മളങ്ങ് അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കല്യാണത്തിന് മുമ്പ് എൻ്റെ വലിയൊരു ടെൻഷനായിരുന്നു, ദൈവമേ പട്ടീനെ പേടിയുള്ള ഞാൻ, പട്ടിയുള്ള അത് വീടിനകത്ത് പട്ടീനെ വളർത്തുന്ന ഒരു വീട്ടിൽ ഞാൻ എങ്ങനെ പോയി ജീവിക്കുന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു സ്നേഹവും നമ്മളോട് അവർ കാണിക്കുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലായതും എനിക്ക് ആ ഒരു പേടി കംപ്ലീറ്റ്ലി മാറ്റി തന്നത് സോണിമോനാണ്. അപ്പം സോണിമോൻ എടുത്ത് പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക്. അപ്പം ആ ഒരു സമയത്ത് സോണിമോൻ മരിച്ചതിന് ശേഷം സാരക്കുട്ടീനെ ഞങ്ങൾ കൊണ്ടുവരുന്നത്. സാരക്കുട്ടീനെ ശരിക്കും പറഞ്ഞാൽ സോണിമോൻ്റെ ആ ഒരു ഇതോടുകൂടി പപ്പയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പപ്പയുടെ ജീവനായിരുന്നു സോണിമോൻ എന്ന് പറയുന്നത്. പപ്പയ്ക്ക് ഞങ്ങൾ മക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സോണിമോനും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഞങ്ങളുടെ വീട്ടിലൊരാൾ തന്നെയാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു മൃഗം എന്നുള്ള രീതിയിലല്ല കണ്ടുകൊണ്ടിരുന്നത്. പപ്പയെ അത്രയും സ്നേഹത്തോടെ മോനെ എന്ന് വിളിച്ച് നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര സങ്കടമായപ്പം ഈ ചായനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞേടി എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര സങ്കടമാവും, പപ്പയ്ക്ക് ഇനി പകരം ഒരാൾ വന്നാൽ ചിലപ്പോൾ ആ ഒരു വിഷമം മാറുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് സാരക്കുട്ടിയെ മേടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു പപ്പി ആണ് സാരമോൻ. അന്ന് ഞാൻ ഇതുപോലെ ആദ്യമായിട്ട് പോയി മേടിക്കുമ്പം എനിക്ക് അന്ന് അതിനോടെന്ന് വെച്ചാൽ എൻ്റെ സാരക്കുട്ടിയോട് തോന്നിയൊരു സ്നേഹമുണ്ട്. അത് ഭയങ്കര വലുതായിരുന്നു. ഞാൻ സാരക്കുട്ടീനെ 32 ദിവസമുള്ള സമയത്താണ് മേടിക്കുന്നത്. ഞാൻ ജനിച്ച് 32 ദിവസമായപ്പോൾ ഞങ്ങൾ മേടിച്ചു, ഇവിടെ കൊണ്ടുവന്ന് പപ്പയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ആ സമയത്ത് പപ്പയുടെ അമ്മയുടെയൊക്കെ സന്തോഷം കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. എന്നിട്ട് എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു, ഞാൻ ഷൂട്ടിന് പോയിട്ട് ഡെയിലി 3 നേരം ഞാൻ അമ്മേനെ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു സാരക്കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര സ്നേഹമായിപ്പോയി, എനിക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം പോലെ ആയിപ്പോയി സാരയോട്. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് പൊക്കോണ്ടിരുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സാരക്കുട്ടീനെ മേടിച്ച് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനൊരു 10-15 ദിവസത്തെ ഷൂട്ടിന് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സാര കുഞ്ഞല്ലേ, സാരക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. സാര എന്നെ മൈൻഡ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, എന്നെ സാര മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ട ആൾക്കാരെ പോലെ. അപ്പം എല്ലാവരും ഇവിടെ അമ്മയൊക്കെ പറഞ്ഞു, മോളെ അത് ഭയങ്കര ചെറുതാണ്, അതിനങ്ങനെ ആളെ തിരിച്ചുള്ള പ്രായമൊന്നും ആയിട്ടില്ല, കുറച്ചും കൂടെ കഴിയട്ടെ, അപ്പം കാണുമ്പം റിയാക്ട് ചെയ്യുക. കാര്യം എനിക്ക് വളർത്തി ശീലമില്ലാത്തതുകൊണ്ട് എൻ്റെ മനസ്സിൽ 32 ദിവസം ഉള്ളൂ എങ്കിൽ പോലും എന്നെ അറിയാം, ഞാൻ ആരോ ആണെന്ന് അറിയാമെന്നൊക്കെയായിരുന്നു എൻ്റെ തെറ്റിദ്ധാരണ. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ പിന്നെ സാര വളർന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്നേഹം കാണിക്കുന്ന കൂടി, എനിക്കും സ്നേഹം കൂടി. കുറച്ച് നാൾ ഞാൻ ഫ്ലാറ്റിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു 1-2 ആഴ്ചയൊക്കെ ഞാനാണ് നോക്കിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് സാരയായിട്ട്.
ഇവിടെ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കാര്യം സേറക്കുട്ടീനെ കാണാൻ വേണ്ടി മാത്രം, സേറക്കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനും ഇച്ചാനും അവിടുന്ന് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് അടൂർ വന്നിട്ടുള്ള ദിവസങ്ങളും ഉണ്ട് കേട്ടോ, സേറെ കാണാൻ വേണ്ടി മാത്രം. അപ്പോൾ എപ്പോൾ വന്നാലും സേറെ കളിപ്പിക്കുക കൊഞ്ചിക്കുക എന്നുള്ള അതൊരു സെക്ഷനാണ്. ആ ഒരു ചടങ്ങ് വീടിൻ്റെ മുറ്റത്ത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ രണ്ടൊരു അകത്ത് പോലും കയറുള്ളായിരുന്നു. ഞങ്ങൾ വരുമ്പോഴേ ചാടി കുതിച്ച് ഓടി വരുമായിരുന്നു. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ തുമ്മലിൻ്റെ ഒരു അലർജി കൂടിയ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു, പെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ച് നാൾ മാറി നിന്നാൽ നല്ലതായിരിക്കും, നമുക്ക് മെഡിസിൻ എടുത്ത് അലർജിയും കാര്യങ്ങളും മാറിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനും സേറയും തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് വന്ന് തുടങ്ങിയത്. ഞാനിപ്പോൾ അങ്ങനെ അധികം അടുക്കാറില്ല. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒരു തവണ ഞാൻ ഈ അലർജിയുടെ വിഷു വന്നതിന് ശേഷം ഒരു തവണ വന്നു. അന്നും സേറേനെ ഇതുപോലെ ഞാൻ കാണാനും കൊഞ്ചിക്കാനൊന്നും പോയില്ല. അപ്പോൾ അന്ന് ആ സമയത്ത് സേറ വന്നപ്പം സേറയ്ക്ക് എന്തോ മനസ്സിലായി, നമ്മൾ എന്തോ ഒരു അകൽച്ച കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം പിടിയിട്ടിട്ട് വന്നിങ്ങനെ തോണ്ടും മാന്തും ഒക്കെ ചെയ്തു. കറങ്ങി ചുറ്റി കുറേ നേരം നടന്നു. നമ്മൾ അതായത് എന്താ പറയുക, പെറ്റിനെ വളർത്തുന്നവർക്കറിയാം, അവർക്ക് സ്നേഹമുള്ള ആൾക്കാരെ കാണുമ്പം നമ്മൾ അവരെ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് തലോടുന്നത് വരെ ഇവർ നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും, എന്നാ തൊടാത്തേന്നൊക്കെ. എനിക്കിപ്പോൾ സോണിമോൻ്റെ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു തവണ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്ന സമയത്ത്, അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും ഷീജാമയും വേറെ ഏതൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഞാനിങ്ങനെ കയറി വന്ന സമയത്ത് അമ്മേനെ കണ്ട് സംസാരിച്ചു, ഞാൻ ആ ഗസ്റ്റിനോട് വർത്താനം പറഞ്ഞ് നിന്നു. സോണിമോനെ കണ്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ നിന്ന സമയത്ത് സോണിമോൻ ഇങ്ങനെ കുറേ ഇങ്ങനെ ഫ്രണ്ടിൽ കിടന്ന് കുറേ ഷോ ഒക്കെ കാണിച്ച് എന്നെ നോക്കൂ എന്നുള്ള രീതിയിൽ. ലാസ്റ്റ് നോക്കാതെ അവൻ ദേഷ്യം വന്നിട്ട് അവൻ കൈ കൊണ്ട് അവനിങ്ങനെ മനുഷ്യന്മാരെ മാന്തി വിളിക്കത്തില്ല, ഇങ്ങോട്ടൊന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാന്തത്തില്ലേ, അതുപോലെ എന്നെ മാന്തി വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അതുപോലെ സേറക്കുട്ടിയും അന്ന് ആ സമയത്ത് വന്ന സമയത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി എന്താ മൈൻഡ് ചെയ്യാത്തെന്നുള്ള രീതിയിലൊക്കെ നടന്ന് കുറച്ച് നേരം ഒരു പിണക്കവും പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ തവണ വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം സേറ അത് ഭയങ്കരമായിട്ടൊന്ന് പിണക്കം കാണിച്ചു. സാധാരണ നമ്മൾ ഇറങ്ങാൻ നേരത്തൊക്കെ വിളിച്ചിറന്ന് വരുന്ന ആളാണ്, ഇച്ചിരി വരാൻ മടിയുള്ള കൂട്ടത്തിലാണ്. അവരുടെ ബ്രീഡ് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ എന്ത് കമാൻഡ് കൊടുത്താലും ബ്ലൈൻഡ്ലി അതൊന്നും കേട്ടിട്ട് വരുന്ന ബ്രീഡല്ല അവരുടെ. സെയിൻറ്റ് ബെർണാർഡ് അങ്ങനത്തെ ഒരു ടൈപ്പാണ്, മനുഷ്യന്മാരെ കൂട്ട് ബിഹേവ് ചെയ്യും. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം അവൻ എന്തിനാണ് വിളിക്കുന്നത്, വന്നു കഴിഞ്ഞാൽ വല്ല ഉപയോഗം ഉണ്ടോ, വല്ലതും തിന്നാൻ കിട്ടുമോ, കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി വളരെ ആലോചിച്ച് തീരുമാനം എടുത്തേ വരുള്ളൂ. പക്ഷെ അന്നത്തെ ദിവസം ഭയങ്കര അടമൻ്റായിട്ട് കിടക്കുമായിരുന്നു, ഒരു രീതിക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലായി ഇവൻ പിണക്കം കാണിക്കുകയെന്ന്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. അങ്ങനെയാണ് ഞാൻ അന്ന് റീൽ ചെയ്യുന്നത്. പക്ഷെ ആ റീലിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ എനിക്ക് മാറാരോഗമാണെന്നോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ വീഡിയോയിൽ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് കയ്യിൽ പറഞ്ഞേക്കുന്നത്. ശരിക്കും ഈ വീഡിയോ കണ്ട സമയത്ത് എന്നെ പരിചയമുള്ള 1-2 പേര് എന്നെ വിളിച്ചിരുന്നു, എടി നിനക്ക് എന്തോ പറ്റി, നിനക്കെന്തോ മാറാരോഗം എന്നൊക്കെ യൂട്യൂബിൽ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു രോഗത്തിന് ഇവരെന്നെ അടിമപ്പെടുത്തുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്കൊന്നുമില്ല, ചെറിയൊരു ഡസ്റ്റ് അലർജിയും തുമ്മലും, അത്രേ ഉള്ളൂ. ഇതിന്റെ ബാക്കി നമുക്കിനി കേട്ടു നോക്കാവേ. എനിക്ക് നല്ല വിഷമം തോന്നി. ആദ്യമായാണ് തനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് എന്ന് തന്റെ ഭർത്താവിനോടും ആലീസ് ചോദിച്ചു. എന്നാൽ ആലീസിന്റെ ഭർത്താവ് ഒപ്പം നിൽക്കുകയും സന്തോഷിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഭർത്താവ് ഒപ്പം നിൽക്കുകയും സന്തോഷിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഞാനെന്തോ വലിയ രോഗം പിടിപെട്ട്, നമ്മളെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്ക് വേണ്ടി സാധിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യരെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ ചേന അങ്ങനെ എൻ്റെ കൂടെ നിന്നൊന്നുമല്ല. ഞങ്ങളെന്ന് എറണാകുളത്ത് പോകാൻ വേണ്ടി ഒരുമിച്ച് കാറിൽ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് എന്നെ തൊട്ടടുത്തിരുന്നതാ. അല്ലാണ്ട് ഇവർ ഈ പറയുന്ന പോലെ ഒന്നും അല്ല സംഭവങ്ങൾ. എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നതെന്ന് നമുക്ക് കാണാം. ബാക്കി കേട്ടോ നോക്ക്. ആലീസിന് സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരയുകയാണ്. എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അധികം ആർക്കും ഈ അസുഖം വരുന്നതല്ല. പ്രത്യേകിച്ച് കണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും ശരിക്കും വിചാരിച്ചിരുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇറങ്ങുന്നു. അധികം ആർക്കും വരാത്ത രോഗമാണെന്നൊക്കെയാണ് ഇവർ ഈ പറഞ്ഞു പരത്തുന്നത് കേട്ടോ. എൻ്റെ കർത്താവ്, ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല, അങ്ങനെ ഇപ്പോൾ പബ്ലിസിറ്റി ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ. വീട്ടിൽ നായ ഉള്ളവർക്ക് നിമിഷനേരം കൊണ്ടാണ് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടത്. ആലീസിനും കുടുംബത്തിനും ഇങ്ങനൊരു അവസ്ഥ വന്നു, അത് മാറുമെന്ന് തന്നെയാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. എനിക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആലീസ്, പിന്നീട് അത് മാറി. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ, അവർക്കത് മനസ്സിലായിക്കോളും, വിഷമിക്കണ്ട, പെട്ടെന്ന് മാറും എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്. അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആലീസ് പങ്കുവച്ച മറ്റൊരു വീഡിയോയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു ഫോട്ടോഷൂട്ടിന്റെ വിശേഷങ്ങളായിരുന്നു പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഇനി വേറെ കഥ, ഈ പട്ടിയുടെ വിശേഷം അവർ പറഞ്ഞു തീർന്നു. എൻ്റെ 1 മിനിറ്റുള്ള വീഡിയോയിൽ നിന്ന് അവരുണ്ടാക്കാവുന്നതിൻ്റെ മാക്സിമം ഉണ്ടാക്കി പറഞ്ഞു. പിന്നെ പറയാൻ കണ്ടന്റ് ഇല്ലാതായപ്പം എൻ്റെ വേറൊരു ഫോട്ടോഷൂട്ടിൻ്റെ എന്തൊരു സാധനം എടുത്തിട്ട് അതിനെ വിപുലീകരിക്കുന്നതാണ്. ആ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാൻ ഞാൻ ബാലുവിനെ കൂടെ ക്ഷണിക്കുകയാണ്. കാര്യം ആ കഥയിലെ കഥാനായകൻ ബാലു ആയിരുന്നു. വാ, ഞാൻ വരുന്നില്ലേ, അവിടെ നിന്ന് വർത്താനം പറയോ, അപ്പോൾ കമൻറ്റ് പറയാന്ന് പറഞ്ഞു ബാലു. ഓക്കെ. അരിയണിഞ്ഞ് വയലിൽ വെച്ചായിരുന്നു ആലീസും കൂട്ടരും ഫോട്ടോസ് പകർത്തിയത്. ഇത്രയും നാൾ എനിക്ക് ഫോട്ടോസും വീഡിയോ
അറിയാതൊരു വയലിലിറങ്ങിപ്പോയി ഗൈസ് ഒരു ഫോട്ടോ എടുക്കാൻ, അതിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇത്രയും നാൾ എനിക്ക് ഫോട്ടോസും വീഡിയോയും എടുത്തു തരുന്നത് ബാലുവാണ്. അനന്തുവിനും ബോബിക്കും ഒപ്പമായാണ് ബാലുവും ആലീസും എത്തിയത്. 4 മണിക്കാറ്റ് എന്നാണ് ഈ ലൊക്കേഷന്റെ പേര്. ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി ഞാൻ കോട്ടയത്ത് 4 മണിക്കാറ്റ് വരെ പോയി എന്നുള്ള തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ മുഴുവൻ സമയവും കാറ്റാണെന്നാണ് പറയുന്നത്. ആ സ്ഥലത്ത് മുഴുവൻ സമയവും കാറ്റാണെന്നാണ് പറയുന്നതെന്ന്. 4 മണിക്കാറ്റെന്നാണല്ലോ സ്ഥലത്തിന്റെ പേര്. ത്തും വരമ്പത്തും ഇറങ്ങി കുറെ ചിത്രങ്ങൾ എടുക്കാനാണ് പ്ലാൻ എന്നായിരുന്നു ഫോട്ടോഗ്രാഫറുടെ കമന്റ്. ഇടയിൽ ഞാൻ വീണാൽ അതും പകർത്തണമെന്നും ആലീസ് പറയുന്നുണ്ടായിരുന്നു. നമ്മളെന്ന് ഫോട്ടോ എടുക്കാൻ വന്നാലും ചളിയും മഴയും ആണല്ലോ എന്നും ആലീസ് ചോദിക്കുന്നുണ്ടായിരുന്നു. നടന്നു വരുന്നതും ചിരിക്കുന്നതും ആളെങ്ങനെയാണോ ഫ്രീ ആയിട്ട് വരുന്നത് ആ രീതിക്ക് ഫോട്ടോ എടുക്കാനാണ് പ്ലാൻ. അതായത് ഞാൻ ആ വ്ളോഗിൽ പറയുന്ന ഓരോ സെന്റൻസും എടുത്ത് അവരൊരു സ്റ്റോറി ലൈൻ ആക്കി നമ്മൾ ഈ റേഡിയോ എഫ്എമ്മിലൊക്കെ കഥാപ്രസംഗം കേൾക്കില്ലേ, അതായത് പണ്ട് റേഡിയോയിൽ സിനിമ കാണിക്കുമായിരുന്നു, ഓർമ്മയുണ്ടോ? സിനിമ കാണാൻ പറ്റില്ല, നമ്മൾ ഡയലോഗ് മാത്രം കേൾക്കില്ലേ, അതുപോലെ എൻ്റെ ആ വ്ളോഗിന്റെ ഫുള്ള് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വായിക്കുവാണ് ഇവര്. നമ്മളെന്ന് ഫോട്ടോ എടുക്കാൻ വന്നാലും ചളിയും മഴയും ആണല്ലോ എന്നും ആലീസ് ചോദിക്കുന്നുണ്ടായിരുന്നു. നടന്നു വരുന്നതും ചിരിക്കുന്നതും ആളെങ്ങനെയാണോ ഫ്രീ ആയിട്ട് വരുന്നത് ആ രീതിക്ക് ഫോട്ടോ എടുക്കാനാണ് പ്ലാൻ എന്നായിരുന്നു ഫോട്ടോഗ്രാഫർ പറഞ്ഞത്. ഫോട്ടോ മാത്രമല്ല, ഫോട്ടോഗ്രാഫർ ബാലുവാണ്, ബാലുവിടെ നിൽപ്പുണ്ട്. റീൽ എടുക്കാനും പ്ലാൻ ഉണ്ട്. മഴ ചതിക്കാതിരുന്നാൽ എല്ലാം നടക്കും. തന്റെ ചിത്രങ്ങൾ നോക്കി ഇടയ്ക്ക് ആലീസും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നല്ല ഫോട്ടോ എന്ന് ആലീസ് പറഞ്ഞപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നായിരുന്നു സുഹൃത്തുക്കളുടെ കമന്റ്. നിന്നെ അപമാനിക്കുവാട്ടവര്. എന്റെ എല്ലാ നല്ല ഫോട്ടോയും പകർത്തിയത് ബാലുവാണ്, ആരെങ്കിലും അവനെ പറഞ്ഞാൽ ഉണ്ടല്ലോ എന്നായിരുന്നു ആലീസിന്റെ മറുപടി. പാടത്തുണ്ടായിരുന്ന പശുവിനെയും ഇവർ വെറുതെ വിട്ടിരുന്നില്ല. പാടത്തുണ്ടായിരുന്ന പശുവിനെ ഇവർ വെറുതെ വിട്ടിരുന്നില്ല. മറ്റേ മ്യൂസിക് ഈശ്വര, മറ്റേ പശുവിനെ ഞങ്ങൾ എന്തോ ചെയ്യാൻ ചെന്നത് പോലെയാണ് ഇവർ പറയുന്നത് കേട്ടോ. പാടത്തുണ്ടായിരുന്ന പശുവിനെയും ഇവർ വെറുതെ വിട്ടില്ല. ബാക്കി കേക്കട്ടെ. പാടത്തെ പശുവിനെ വെറുതെ വിടാത്ത ആലീസ്, അതായിരിക്കും അടുത്ത വീഡിയോ. ബാലു എന്റെ ക്യാമറ തന്നിട്ട് പോവൂ എന്നായിരുന്നു ആലീസിന്റെ കമന്റ്. ചേട്ടാ പശു കുത്തുമോ, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നായിരുന്നു ബാലു ചോദിച്ചത്. മാളു എന്ന് വിളിച്ചാൽ അവൾ വിളി കേൾക്കുമെന്നായിരുന്നു പാടത്തുണ്ടായിരുന്ന ആൾ പറഞ്ഞത്. പാടത്തുണ്ടായിരുന്ന ചേട്ടൻ അറിയാതെ ഒരു സെന്റൻസ് ആ വ്ളോഗിനിടയിൽ പറഞ്ഞുപോയി, അതുകൊണ്ട് ഇവർ ചേട്ടനെ വെറുതെ വിട്ടിട്ടില്ല. ചേട്ടൻ പറഞ്ഞ ഡയലോഗ് ഇതിൽ പറയുന്നുണ്ട്. ഒരു പേടിയില്ലാതില്ലായിരുന്നു പശുവിന് അരികിലേക്ക് പോകുന്നതിനിടെ ആലീസ് പറഞ്ഞത്. ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ആലീസും പെർമിഷൻ ചോദിച്ചിരുന്നു. ആദ്യം പേടിച്ചു നിന്നെങ്കിലും പിന്നീട് ധൈര്യം സംഭരിച്ച് പോസ് ചെയ്യുകയായിരുന്നു എന്നും ആലീസ് പറഞ്ഞു. പശുവിന് പുല്ല് കൊടുക്കുന്നതും തലോടിയും ഒക്കെ പോസ് ചെയ്തിരുന്നു. ഇതെന്തായാലും വൈറലാവുമെന്നായിരുന്നു ആലീസിനോട് കൂടെയുള്ളവരെല്ലാം പറഞ്ഞത്. ഫോട്ടോഷൂട്ട് വീഡിയോയും ചിത്രങ്ങളും ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. അന്ന് പകർത്തിയ ചിത്രങ്ങൾ എത്ര മനോഹരമായിരുന്നു എന്ന് പറഞ്ഞ് ആലീസ് തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു. എൻ്റെ കർത്താവേ, ഈ വീഡിയോ ഞാൻ കേട്ട് സത്യം പറഞ്ഞാൽ കുറേ ചിരിച്ചു. കുറേ ആൾക്കാർ ഇത് കണ്ടിട്ട് ഓരോന്നും പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും കോമഡി ആയിട്ട് ഞാനിത് പറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കണ്ട സമയത്തെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഓരോ മനുഷ്യർക്കും എങ്ങനെയല്ലേ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇത്രയും വിപുലീകരിച്ച് ഉണ്ടാക്കി പറയാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ ട്രോള് കാണുമ്പോഴൊക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമാണ് ട്രോളും കാര്യങ്ങളൊക്കെ. നമ്മുടെ നെഗറ്റീവ് കമൻറ്റ്സ് എന്നെ അതൊന്നും ബാധിക്കാറില്ല. ആരെന്ത് നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമല്ല. ചിലർക്ക് ഞാൻ തിരിച്ച് വീഡിയോയുടെ താഴെ കമൻറ്റ് മറുപടി കൊടുക്കാറുണ്ട്, ചിലർക്ക് കൊടുക്കാറില്ല. ചിലത് കണ്ടിട്ടും കേട്ടില്ല എന്ന് വെക്കും. കാര്യം നമ്മളെ പറ്റി നെഗറ്റീവ് പറയുന്നവർക്ക് അവർക്കും പ്രത്യേകിച്ച് ഒരു ചിലവില്ല, എനിക്കും പ്രത്യേകിച്ച് ഒരു ചിലവില്ലാതെ കിട്ടുന്ന പബ്ലിസിറ്റി ആയതുകൊണ്ട് നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. പക്ഷെ ഇതുപോലെ രോഗങ്ങളെ പറ്റിയൊക്കെ ഉണ്ടാക്കി പറയുമ്പോൾ അത് കുറച്ചൊരു കടന്നു കൈയല്ലേ എന്ന് എനിക്ക് തോന്നി. കാര്യം വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു സാധനമാണ് ആരോഗ്യം എന്നുള്ളതല്ലേ. നമ്മളിപ്പോൾ എത്ര പൈസ ഉണ്ടാക്കിയാലും എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ എത്ര നല്ല നിലയിൽ ജീവിക്കുന്നവരാണെങ്കിലും എന്തോ ആയിക്കോട്ടെ, വാട്ടെവർ, നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഇങ്ങനെ രോഗമാണ്, മറ്റേ ആർക്കും ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക് വരുന്ന രോഗമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പം വിഷമം എന്നതിലല്ല വിഷമമല്ല എനിക്കുണ്ടായത്. ശരിക്കും മനുഷ്യന്മാർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി പറയാൻ തോന്നുന്നു. ഒരു തുമ്മലിൻ്റെ ഒരു അലർജിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനെ ഒരു മാറാ രോഗമാക്കി ഈ ലോകത്ത് വളരെ വിരളമായി മാത്രം കാണുന്ന അസുഖമാണ്, വീട്ടുകാർ വിഷമിക്കുന്നുണ്ട്, ആരാധകർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ താരത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ട സമയത്ത് ഞാൻ വിചാരിച്ചു ശരിക്കും ആൾക്കാർ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയല്ലേ ചെയ്യണം. നമുക്കിപ്പം കണ്ടന്റിന് വേണ്ടിയിട്ട് ആർക്കും എന്തും ചെയ്യാം. ഞാൻ അതിനൊന്നും ഒന്നും പറയുന്ന ആളല്ല. നമ്മൾ ഈ ഇരിക്കുന്നതും നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ കണ്ടന്റാണ്, ഒന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, രോഗം പോലുള്ള കാര്യങ്ങൾ എനിക്കിങ്ങനെ ഉണ്ടാക്കി പറയുന്നതിലോ അല്ലെങ്കിൽ അത് പറഞ്ഞൊരു പബ്ലിസിറ്റി കിട്ടുന്നതിനോടോ എനിക്ക് പേഴ്സണലി അത്രയും താല്പര്യമുള്ള ഒരാളല്ല കേട്ടോ.
ഞാനിപ്പം ആർക്കും ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഇങ്ങനൊരു മാറാ രോഗം ഉണ്ടെന്ന് ഞാൻ ഉണ്ടാക്കി പറയാറില്ല. അതുപോലെ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ എന്നെ പറ്റി അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പം ഈ വീഡിയോ കണ്ടപ്പം ഞാനത് അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു, ഈ ചാനലുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് സംസാരിച്ചാലെന്നൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു വേറെ പണിയൊന്നുമില്ല, എന്തിൻ്റെയൊക്കെ പുറകെ പോണേ, എന്തെങ്കിലും കാണിച്ചുകൊണ്ട് പോക്കോട്ടെ എന്ന് കരുതി. പക്ഷെ ഇന്ന് വീണ്ടും ഈ വീഡിയോ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ മുമ്പിൽ വന്നപ്പോഴാണ് ഇവിടെ എൻ്റെ അടുത്ത് ബാലു ഏഞ്ചലൊക്കെ പറഞ്ഞത്, ചേച്ചി നമുക്ക് ഈ വീഡിയോക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്താലോ, എന്താണ്, ചിലപ്പോൾ ഇത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല എന്നെ ഒരാൾ നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയും ചെയ്തിരുന്നു, മോക്ക് എന്താ അസുഖമാണെന്നൊക്കെ കേട്ടു, ഇപ്പം എങ്ങനെയുണ്ട് മോളെ, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നോട് ഭയങ്കര സ്നേഹത്തോടെ. അപ്പം എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു, ഓക്കെ ഈ വീഡിയോ കറങ്ങിത്തിരിഞ്ഞ് ആ ചേട്ടനെ എന്തോ കണ്ടിരിക്കണോ, അതാ അവരങ്ങനെ ചോദിച്ചെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ സംഭവം, ഇതിൻ്റെ സത്യാവസ്ഥ ഇതൊന്നും അല്ല. ആക്ച്വലി വെറും ടെസ്റ്റ് അലർജി ആയിരുന്നു. ഞാൻ ആ സമയത്ത് എൻ്റെ ഇമോഷൻ്റെ പുറത്ത് ഞാൻ ചെയ്തൊരു റീലായിരുന്നു. ആ റീലിലും ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എനിക്ക് ചെറിയൊരു അലർജി ഉണ്ട്, അതുകൊണ്ട് സാരക്കുട്ടിയുടെ അടുത്ത് പോകാൻ പറ്റാത്തതും സാരക്കുട്ടിയുടെ അടുത്തുള്ള സ്നേഹത്തെ പറ്റിയാണ് ഞാനത് സംസാരിച്ചത്. അപ്പം ഇപ്പം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാനും സാരയും തമ്മിലുള്ള അധികം വീഡിയോസും കാണാറില്ല. അതിനുള്ള റീസൺ ഇത് തന്നെയാണ്. അലർജി ഒന്ന് മാറി കിട്ടുന്നവരെ ചെറിയൊരു ഡിസ്റ്റൻസ് ഡോക്ടർ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ സംഭവം ഇങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പം ഞാനും യൂട്യൂബ് ചാനലിലുള്ള ഒരാളാണ്, നമ്മളും കണ്ടന്റ് ഉണ്ടാക്കി തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് കാശ് സമ്പാദിക്കുന്നത്. പക്ഷേ നമ്മൾ കണ്ടന്റുകൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു മയമുള്ള, അധികം ആരെയും കുത്തി വേദനിപ്പിക്കാത്ത, അല്ലെങ്കിൽ ആർക്കും ദോഷം ചെയ്യാത്ത കണ്ടന്റുകൾ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം ഈ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നതായാലും പുറത്ത് പോകുന്നതായാലും എന്തെങ്കിലും ചെയ്താലും എന്ത് ചെയ്താലും ന്യൂസ് ആക്കാറുണ്ട്. പക്ഷെ ഇതുപോലൊരു രോഗത്തിന് അടിമയാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് ഒരു ന്യൂസ് വരുന്നത്. അപ്പോൾ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അപ്പം ഈ ചെയ്ത ആൾക്കാരായാലും ഞാനിനി അവരോടത്ത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും വരുന്നില്ല. ഇനിയുള്ള കണ്ടന്റുകൾ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ.